ജൂലൈ 5 ബഷീർ ദിനം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ബഷീറിന്റെ ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനമാണ് ബഷീറിന്റെ ആദ്യത്തെ നോവൽ. അടുത്ത ചോദ്യം, പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച പേരെന്ത്? ഉത്തരം കാതൽ കത്ത്. കാതൽ കത്ത് എന്ന പേരിലാണ് ബഷീർ പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഭാർഗവീ നിലയം സിനിമയുടെ ആധാരമായ ബഷീർ കൃതി. ഉത്തരം നീലവെളിച്ചം. നീലവെളിച്ചം എന്ന ബഷീറിന്റെ കൃതിയാണ് ഭാർഗവീ നിലയം സിനിമയുടെ ആധാരമായി മാറിയത്. അടുത്ത ചോദ്യം, പാത്തുമ്മയുടെ ആടി എന്ന കൃതിയിലെ പാത്തുമ്മ ബഷീറിന്റെ ആരാണ്? ഉത്തരം സഹോദരി. പാത്തുമ്മയുടെ ആടി എന്ന കൃതിയിലെ പാത്തുമ്മ ബഷീറിന്റെ സഹോദരിയാണ്. അടുത്ത ചോദ്യം, ബാല്യകാലസഖിയിലെ നായകൻ ആരാണ്? ഉത്തരം മജീദ്. മജീദ് എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് ബാല്യകാലസഖിയിലെ നായകൻ. അടുത്ത ചോദ്യം, ബാല്യകാലസഖിയിലെ നായിക ആര്? ഉത്തരം സുഹ്റ. സുഹ്റ എന്നറിയപ്പെടുന്ന കഥാപാത്രമാണ് ബാല്യകാലസഖിയിലെ നായക. അടുത്ത ചോദ്യം, എന്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതിയിലെ ആനയുടെ പേര്? ഉത്തരം കൊമ്പാന. കൊമ്പാന എന്നാണ് എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന ബഷീറിന്റെ കൃതിയിലെ ആനയുടെ പേര്. അടുത്ത ചോദ്യം, ബഷീർ ഏത് പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടത്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ബഷീർ കൂടുതൽ അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, ബഷീറിന് ലഭിച്ച ദേശീയ ബഹുമതി? ഉത്തരം പത്മശ്രീ. പത്മശ്രീ ബഹുമതിയാണ് ബഷീറിന് ലഭിച്ച ദേശീയ ബഹുമതി. അടുത്ത ചോദ്യം, ബഷീർ ജനിച്ച തീയതി? ഉത്തരം 1908 ജനുവരി 21. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യം, ബഷീർ അന്തരിച്ച തീയതി? ഉത്തരം 1994 ജൂലൈ 5. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത്. അടുത്ത ചോദ്യം, ബഷീർ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂലൈ 5. ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ബഷീർ ജനിച്ച സ്ഥലം ഏത്? ഉത്തരം തലയോലപ്പറമ്പ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യം, ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി. സോജ രാജകുമാരി എന്ന ഗാനമാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. അടുത്ത ചോദ്യം, ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം നേരും നുണയും.
ബഷീറിന്റെ നേരും നുണയും എന്ന കൃതിയാണ് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി. അടുത്ത ചോദ്യം, മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട്. ആരെ കുറിച്ച്? ഉത്തരം എം.പി. പോൾ. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ എഴുതിയ അനുസ്മരണം എം.പി. പോൾ എന്ന പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ചായിരുന്നു. അടുത്തത് നിങ്ങൾക്കായി ഒരു ബോണസ് ചോദ്യമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച പേരെന്ത്? ബഷീർ പ്രേമലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ച സമയത്ത് നൽകിയിരുന്ന പേരെന്തായിരുന്നു? ഉത്തരമറിയുന്നവർ നിങ്ങളുടെ പേരും ഉത്തരവും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.